ശൈശവപ്രായത്തിൽ ശൈശവപ്രായത്തിൽ കുട്ടികളെല്ലാം കരയുന്നത് മറ്റുള്ളവരുടെ ശ്രദ്ധ തങ്ങളിലേക്ക് തിരിയാൻ വേണ്ടി മാത്രമാണ്. എന്നാൽ മുതിർന്നു വരുന്നതനുസരിച്ച് ഈ കുട്ടികളുടെ കരയുന്ന മനോഭാവം മാറുന്നുണ്ട്. പ്രത്യേകിച്ച് ആൺകുട്ടികളിൽ ചിരിക്കുന്നതിന് കാരണം വേണ്ട. ഏത് തരത്തിൽ നാം കണ്ടതും കേട്ടതും വായിച്ചതും അറിഞ്ഞതും അനുസരിച്ച് നാം സ്വയം ചിരിക്കാറുണ്ട്. നാം ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കുന്നവരെ കേട്ട് നാമും ചിരിക്കാറുണ്ട്, സ്വാഭാവികമാണ്. എന്നാൽ കരയുന്നതിന് എന്തെങ്കിലും കാരണമില്ലാതെ ആരും കരയാറില്ല. ശിശു സഹജമായി നാം കരഞ്ഞപ്പോൾ മറ്റുള്ളവർ കാണാൻ വേണ്ടിയിട്ടായിരുന്നുവെങ്കിൽ മുതിർന്നു കഴിയുമ്പോൾ നാം ഓരോരുത്തരും കരയുന്നത് രഹസ്യമായിട്ടായിരിക്കും. പരസ്യമായി കരയുമ്പോൾ കരയാറില്ലെന്നല്ല, എങ്കിലും നാം മറ്റുള്ളവർക്ക് എന്ത് പറ്റി, എന്താ കരയുന്നത്, എല്ലാവരോടും എല്ലാ കാരണം പറയാൻ പറ്റുകയില്ല. ഓർക്കുക, കരയുന്നതിന് കാരണം വേണം, എന്നാൽ ചിരിക്കുന്നതിന് കാരണം വേണ്ട. നാം സമൂഹത്തിൽ ജീവിക്കുമ്പോൾ എല്ലാ തരത്തിലുള്ള പ്രായത്തിലുള്ളവരുമുണ്ട്. നാം ശിശുസഹജമായി പലതും ചിന്തിച്ചതും കണ്ടതും കേട്ടതും എല്ലാം മുതിരുമ്പോൾ മാറുകയും നാം മറ്റുള്ളവരുടെ ദുഃഖത്തിൽ പങ്കെടുക്കുകയും അതോടൊപ്പം മറ്റുള്ളവരുടെ സന്തോഷത്തിലും പങ്കെടുക്കുന്നതല്ലേ പക്വത. നമുക്ക് ചിരിക്കാൻ കാരണങ്ങൾ കണ്ടെത്താം. നാം സ്വയം ചിരിക്കാം. നമ്മുടെ മനസ്സിൻ്റെ ആവലാതികളും സങ്കടങ്ങളും മാറാം. നാം മനുഷ്യനാണെന്ന് മറക്കാതെ. മൃഗങ്ങൾ ചിരിക്കാറുണ്ടോയെന്ന് വെച്ചാൽ എനിക്കറിയില്ല, ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടില്ല. പക്ഷികളൊക്കെ ചിരിക്കുക അറിയില്ല. പക്ഷേ മനുഷ്യന് തന്നിരിക്കുന്ന ജന്മസിദ്ധമായ സഹജമായൊരു മനോഭാവമാണ് ചിരിക്കാൻ. നാം സ്വയം ചിരിക്കാം, മറ്റുള്ളവരെ ചിരിപ്പിക്കാം, അതോടൊപ്പം ചിന്തിക്കാനും കൂടെ ആകട്ടെ. ഈ കൊച്ചു കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ. ഓക്കേ.